1925 ബ്രിട്ടീഷ് എക്സ്പ്ലോററായ പെർസി ഫോസെറ്റ് തെക്കേ അമേരിക്കയിലുള്ള ഒരു ഭീകരമായ വനാന്തരത്തിൻ്റെ അകത്ത് അത്ഭുതമായ നിധികളടങ്ങിയ ഒരു പുരാതന നഗരം തേടി ഇറങ്ങിയത്. അദ്ദേഹം ബ്രസീലിയൻ കാടുകളിലായിരുന്നു അധിക നേരവും അന്വേഷിച്ചത്. അവിടെയുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കേട്ട പഴങ്കഥകളിലെ ഒരാശയമായിരുന്നു ഒരു നഷ്ടപ്പെട്ട നഗരം. അതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം പലതവണ ആ ഒരു നഗരത്തെ അന്വേഷിച്ചിറങ്ങി. കിട്ടാതെ വന്നപ്പോൾ കൂടുതൽ പ്രിപ്പറേഷനുകളുമായി തിരികെ വരാൻ വേണ്ടി നാട്ടിലേക്ക് പോവുകയും അവസാനം തൻ്റെ 21 വയസ്സായ മകനെയും റിമി റിലെ എന്ന സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് അവസാനമായി രണ്ടും കൽപ്പിച്ചൊരു യാത്ര നടത്തുകയും ചെയ്തു. പഴങ്കഥകളിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു കഥയും മാനുസ്ക്രിപ്റ്റ് 512 എന്നറിയപ്പെടുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരുന്ന ലോസ്റ്റ് സിറ്റി ഓഫ് ഇസഡ് എന്ന നഗരത്തെ തപ്പിയായിരുന്നു അദ്ദേഹം ഇറങ്ങിയത്. 1925 ഏപ്രിൽ മാസത്തിൽ ബ്രസീലിലെ കൈവ എന്ന സ്ഥലത്ത് നിന്ന് ഇവർ 3 പേരും യാത്ര ആരംഭിച്ചു. എന്നാൽ നഗരം കണ്ടെത്തിയോ? ഈ കാടിൻ്റെ സവിശേഷതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കതിനുള്ള ഉത്തരം പിടികിട്ടും. 15-ാം നൂറ്റാണ്ടുകളിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടുതലായും കോളനിവൽക്കരണം നടത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു സ്പെയിൻ. അവരുടെ ഭാഷയിൽ വളരെ പ്രശസ്തമായൊരു പദമായിരുന്നു എൽ ദൊറാദോ. സ്വർണം കൊണ്ടുണ്ടാക്കിയത് എന്നർത്ഥം വരുന്ന ഈ ഒരു വാക്കിനെ ആദ്യം അവിടെയുള്ള ഒരു രാജാവിനെയാണ് ഇവർ വിളിച്ചിരുന്നത്. ലോകത്തുള്ള പല സ്ഥലങ്ങളെയും കോളനിവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ഒരു രാജാവിനെയും ഒരു ഗോത്രങ്ങളും സ്വർണം കൊണ്ട് മൂടുകയോ അതിനുള്ള പണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൊളംബോയിലെ മുയിസ്ക എന്ന ഗോത്ര വിഭാഗം തങ്ങളുടെ രാജാവിന് ദൈവത്തിന് സമർപ്പിക്കുന്നത് ഒരു വിചിത്രമായ രീതിയിലാണ്. സ്വർണത്തെ പൊടിച്ച് അത് രാജാവിൻ്റെ ശരീരത്തിൽ തേച്ച് അതിനുശേഷം ചില ആചാരങ്ങൾ കഴിഞ്ഞിട്ട് ഗ്യൂട്ടാവിറ്റ എന്ന തടാകത്തിൽ മുക്കിയെടുക്കും. ഈ സ്വർണം മുഴുവൻ തടാകത്തിൽ പോവും. വിദേശികൾ ഇത് അന്തമിട്ടാണ് നോക്കിയിരുന്നത്. സ്വർണത്തെ ഇങ്ങനെയൊക്കെ ചെയ്തു കളയാൻ കഴിയുന്നത്ര പണമുള്ള ഒരു ഗോത്രമാണോ? അങ്ങനെയാണെങ്കിൽ തെക്കേ അമേരിക്കയിൽ ഈ പ്രദേശത്തിനപ്പുറം മറ്റ് ഗോത്രവർഗ്ഗങ്ങൾ ഇതിനേക്കാൾ ഇട്ടുമൂടാൻ കഴിയുന്ന സ്വർണമുള്ള ജനവിഭാഗമായിരിക്കാമെന്നും അങ്ങനെ സ്വർണത്താൽ സമ്പന്നമായ പട്ടണങ്ങൾ ഇവിടെ ഗോത്രജനത നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നും അവർ വിശ്വസിക്കാൻ ആരംഭിച്ചു. ചില യൂറോപ്യന്മാർ വിചാരിച്ചത് യൂറോപ്പിൻ്റെ അത്ര പുരോഗതിയൊന്നുമുള്ള പ്രദേശമല്ല ഇതെന്നാണ്. എന്നാൽ മറ്റു ചിലർ ചിചൻ ഇറ്റ്സയും മാച്ചും പിച്ചും ഒക്കെ കണ്ടപ്പോൾ ഇവിടെയും അങ്ങനെയുള്ള സ്വർണത്താൽ നിർമ്മിതമായ നഗരങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ച് അതിനെ തപ്പി ഇറങ്ങാൻ തുടങ്ങി. അക്കാലത്ത് പല വിദേശികളും ഗ്യൂട്ടാവിറ്റ എന്ന് പറയുന്ന ആ ഒരു ഗോത്രജനത രാജാവിനെ മുക്കുന്ന തടാകത്തിൽ മുങ്ങിത്തപ്പി എൽദൊറാദോയുടെ എന്തെങ്കിലും തെളിവ് കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ അതിനകത്ത് നിന്ന് ഒന്നും കിട്ടിയില്ല. ചില അവശിഷ്ടങ്ങൾ മാത്രം സ്വർണം കൊണ്ടുണ്ടാക്കിയത് കിട്ടി. എന്നാൽ ക്രമേണ എൽദൊറാദോ എന്ന് പറയുന്ന പദം രാജാവിനെ വിളിക്കുന്നതിന് പകരം സ്വർണം കൊണ്ടുണ്ടാക്കിയ അവിടെയുള്ള സിറ്റിക്കിടാൻ വേണ്ടി സ്പെയിൻകാർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. ഭൂമിയിലെ എല്ലാ കരപ്രദേശത്തേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനും ആധിപത്യം സ്ഥാപിക്കാനും കഴിയുന്ന യൂറോപ്യന്മാർക്ക് എന്തുകൊണ്ടാണ് തെക്കേ അമേരിക്കയിലെ ഒരു കാട് ഇത്രത്തോളം ഒരു നിഗൂഢമായ സ്ഥലമായി മാറിയത്? അവിടെ ഒരു നഷ്ടപ്പെട്ട നഗരമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയാൽ പോരെ? പക്ഷേ ആ ഒരു കാടിൻ്റെ യഥാർത്ഥ പേര് ആമസോൺ മഴക്കാടുകളെന്നാണ്. ആമസോൺ മഴക്കാടുകൾ അത്ര എളുപ്പമല്ല പരിവേഷണം ചെയ്ത് തീർക്കാൻ. ആമസോൺ വനാന്തരങ്ങളുടെ നിഗൂഢതയും പ്രാധാന്യവും വലിപ്പവും മനസ്സിലാക്കാൻ ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ നോക്കണം. ഒരു തരി പോലും മണ്ണിനെ പുറത്ത് കാണിക്കാതെ ഒരു പച്ച പുതപ്പായി തെക്കേ അമേരിക്കയുടെ 40% നിറഞ്ഞു നിൽക്കുന്ന 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിലുള്ള ഭീമാകാരമായൊരു ഏരിയ. 2 ഇന്ത്യ മഹാരാജ്യത്തെ എടുത്തു വച്ചാൽ പോലും ചിലപ്പോൾ ആമസോൺ വനാന്തരങ്ങളെ മുഴുവനായി കവർ ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അതിൻ്റെ വലിപ്പം വെച്ച് എത്രത്തോളം ബുദ്ധിമുട്ടാണ് പൂർണ്ണമായി അരിച്ചു പറക്കാനെന്ന്. ഇന്നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീരാത്ത സ്ഥലങ്ങളുണ്ട്. റോഡുകൾ കടന്നു ചെന്നിട്ടില്ലാത്ത, നമ്മൾ കൊണ്ടുപോകുന്ന സപ്ലിമെൻറ്റുകളൊന്നും തികയാത്ത, ഏത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നറിയാൻ കഴിയാത്ത ഗോത്രങ്ങളടങ്ങിയ വലിയ വലിയ ഭൂവിഭാഗങ്ങൾ. മാത്രമല്ല 9 രാജ്യങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ കാടിൻ്റെ 60% ബ്രസീലിലാണ്. പെറു, കൊളംബിയ, വെനസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സൂരിനാം, ഫ്രഞ്ച് ഗയാന എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളുടെ ഉള്ളിൽ കടന്നു വേണം ആമസോൺ വനാന്തരങ്ങളെ മാപ്പ് ചെയ്യാൻ. ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ചിത്രങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ മരങ്ങളുടെ തടസ്സം കൊണ്ട് നേരിട്ടുള്ള ചിത്രങ്ങൾ അങ്ങനെ എടുക്കാൻ സാധ്യമല്ല. അത്യാധുനികമായിട്ടുള്ള സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റ അവിടെ ഒളിഞ്ഞിരിക്കുന്ന കണ്ടെത്താത്ത നാഗരികതകളുടെ സൂചന നൽകുന്നുണ്ടെങ്കിലും അവയ്ക്ക് കിട്ടിയ വിവരങ്ങളും അവയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അപൂർണമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നായ ആമസോൺ നദി തന്നെയാണ് ഈ മഴക്കാടുകളാൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ സൃഷ്ടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം വഹിക്കുന്ന ശക്തിയേറിയ നദിയാണിത്. 6992 കിലോമീറ്റർ നീളമുള്ള ഈ ഭീമാകാരനായിട്ടുള്ള നദി ആമസോൺ വനാന്തരങ്ങളുടെ ഹൃദയഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ ആമസോൺ വനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്.
ഭൂമിയുടെ ശ്വാസകോശമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്ന ഓക്സിജൻ്റെ 20% പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്നത് ആമസോണിലെ ഇടതൂർന്ന വനങ്ങളാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അപകടമാകുന്ന കാർബണിനെ വലിച്ചെടുത്ത് അത് സ്വന്തം തടികളിൽ സൂക്ഷിച്ച് നശിച്ച് മണ്ണിനോട് ചേരുമ്പോൾ മറ്റൊരു തരത്തിൽ 123 ബില്യൺ ടൺ കണക്കിന് കാർബണിനെ അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ വനങ്ങൾ സഹായിക്കുന്നു. 3 കോടിയിലധികം ആളുകൾ ജീവിക്കുന്ന ഈ ഒരു ഭൂവിഭാഗത്തിൽ ആയിരക്കണക്കിന് ഗോത്രങ്ങളടങ്ങുന്ന ഒരു ഭൂപ്രദേശമായി കാണപ്പെടുന്നു. ആമസോണിൻ്റെ ചരിത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തേക്കാൾ പഴക്കമുള്ളതാണ്. ആർക്കിയോളജിക്കൽ തെളിവുകൾ പരിശോധിച്ചാൽ അവിടെയുള്ള തദ്ദേശീയരായ ജനത ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപേ അവിടെ താമസിക്കുന്നുണ്ടായിരിക്കണം. മനുഷ്യരെല്ലാം ഉണ്ടായത് ആഫ്രിക്കയിലാണെങ്കിൽ ആമസോണിൽ എങ്ങനെ ജനങ്ങളെത്തി? അത് റഷ്യയുടെ സൈബീരിയയിലൂടെ ബെറിംഗ് ഗ്യാപ്പ് കടന്ന് അലാസ്കയിലൂടെ വടക്കേ അമേരിക്ക വിട്ട് തെക്കോട്ട് സഞ്ചരിച്ചായിരിക്കും അവിടെ എത്തിച്ചേർന്ന് പല ബ്രാഞ്ചുകളായി പല ഗോത്രങ്ങളായി മാറിയിട്ടുണ്ടാകുക. എന്നോ മാമി, കയാപ്പോ, മുണ്ടുറുക്ക് തുടങ്ങിയ ഗോത്രജനതകളെക്കുറിച്ച് നമുക്കറിയാം. അവർ അവിടെ ജീവിക്കുക മാത്രമല്ല അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കൾച്ചറുകൾ ഉണ്ടാക്കിയെടുക്കുകയും വളക്കൂറ് കുറഞ്ഞ ആമസോണിൻ്റെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാനുള്ള ടെക്നിക്കുകളും അവലംബിക്കാറുണ്ട്. സ്പാനിഷ് എക്സ്പ്ലോററായ ഫ്രാൻസിസ്കോ ഡി ഓറല്ല എന്നയാളാണ് 1541 ആമസോൺ നദിയുടെ ഗതി പിടിച്ച് ആമസോൺ സിവിലൈസേഷനുകളെ അതിക്രമിച്ച് കടക്കുന്നത്. അവരുടെ കടന്നുവരവോടുകൂടി നാശോന്മുഖമായിക്കൊണ്ടിരുന്ന പല നാഗരികതകളും പെട്ടെന്നില്ലാതായി. അതിജീവിച്ച പലതിനെയും യൂറോപ്യന്മാർ യുദ്ധം ചെയ്ത് നശിപ്പിച്ചു. ആയിരക്കണക്കിന് വർഷം പുറംലോകവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന മനുഷ്യവംശങ്ങൾക്ക് യൂറോപ്യന്മാർ കൊണ്ടുവന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. റുബല്ല, മിസീൽസ് പോലെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വൻതോതിലുള്ള വനങ്ങളുടെ നാശവും പല ഗോത്രങ്ങളെയും ഇല്ലാതാക്കി. നൂറ്റാണ്ടുകളോളം അവിടെ മനുഷ്യൻ ജീവിച്ചിട്ടും ഇന്നും പലരുടെയും അറിവും സംസ്കാരവും ഒക്കെ തന്നെ അവശേഷിപ്പുകളായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ആമസോൺ വനാന്തരങ്ങളിൽ നിന്ന് വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ബയോളജിക്കൽ നിധിയാണ് എന്ന് മനസ്സിലാക്കാം. 40,000-ത്തിലധികം ഇനത്തിൽപ്പെട്ട വിവിധ സസ്യജാലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അവിടുത്തെ വനങ്ങൾ. 50 മീറ്ററിലധികം വരെ ഉയരം വയ്ക്കുന്ന ബ്രസീൽ നട്ടുമരങ്ങൾ മുതൽ ജയൻറ്റ് വാട്ടർ ലില്ലീസ് എന്നറിയപ്പെടുന്ന 3 മീറ്റർ വരെ വ്യാസം വരുന്ന വലിയ ഇലകളുള്ള ചെടികൾ വരെ അവിടെയുണ്ട്. ജീവജാലങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 427-ലധികം സസ്തനികളും 1300-ലധികം പക്ഷി വിഭാഗങ്ങളും 378 ഇനത്തിലധികം ഉരകങ്ങളും 400-ലധികം ഉഭയജീവികളും ആമസോണിലുണ്ട്. 25 ലക്ഷം ഇനത്തിലധികം പ്രാണികൾ, ജാഗ്വർ, പിങ്ക് റിവർ ഡോൾഫിനുകൾ, 2 മീറ്ററിലധികം ചിറക് വിരിക്കാൻ കഴിയുന്ന ഹാർപ്പി പരുന്തുകൾ, ഹോളിവുഡ് സിനിമകളിലെയും ഫിക്ഷണൽ കഥകളിലെയും വില്ലനായി നിറഞ്ഞു നിൽക്കുന്ന പിരാന മത്സ്യങ്ങൾ, ഷോക്കടിപ്പിച്ചു കൊല്ലാൻ കഴിയുന്ന ഇലക്ട്രിക് ഈലുകൾ, ഭീകര വലിപ്പമുള്ള അനാക്കോണ്ടകൾ, 3 മീറ്റർ വരെ വലിപ്പം വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നായ അരാപ്പൈമ, ഏറ്റവും വേദനാജനകമായ രീതിയിൽ മനുഷ്യനെ കടിക്കാൻ കഴിയുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ തുടങ്ങിയ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഭൂമിയിൽ മറ്റെങ്ങുമില്ലാത്ത സമ്പത്തുമായി നിലനിൽക്കുന്ന ഈ മഴക്കാടിന് ഉള്ളത്. വനാന്തരത്തിൽ ഏറ്റവും കുറച്ചു മാത്രം പഠനം നടത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ജവരി വാലി. പുറം ലോകം ഇതുവരെയും എത്തിപ്പെടാത്ത ഗോത്രങ്ങൾ ഇവിടെയുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നു. ഏകദേശം 85,444 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ബ്രസീലിയൻ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഈയൊരു പ്രദേശത്തിന് പുറമേ നിന്നുള്ള ആളുകൾക്ക് പ്രവേശനമില്ല. ഏകദേശം 16ഓളം നമുക്കറിയാത്ത ഗോത്ര വിഭാഗങ്ങൾ അവിടെയുണ്ട്. മറ്റൊന്ന് പെറുവിലെ മാൻഡ്രിഡ് ഡിയോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ബ്രസീലിൻ്റെയും ബൊളീവിയയുടെയും അതിർത്തിയിൽ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് കുറച്ചധികം പരിചയമില്ലാത്ത ഗോത്രങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിൽ 5-ലധികം സാന്ദ്രതയേറിയ കാടിൻ്റെ അകത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലായി പല വിഭാഗങ്ങൾ പുറം ലോകമറിയാത്ത സംസ്കാരങ്ങളും ജീവിത രീതികളും കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന വളരെ പുരോഗതി പ്രാപിച്ച സമൂഹങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും അവിടെയുണ്ടോ എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. 2024 ജനുവരി മാസത്തിൽ ഇക്വഡോറിലെ ഉപ്പായ താഴ്വരയിൽ 25,000 പഴക്കമുള്ള ചില സെറ്റിൽമെൻറ്റ് ഭാഗങ്ങളും ചില രൂപങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 140 മീറ്റർ വരെ ഉയരം വരുന്ന ഇത്തരം സ്ട്രക്ചറുകൾക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. 25 കിലോമീറ്റർ വരെ നീളം വരുന്ന റോഡുകളിലൂടെ സെറ്റിൽമെൻറ്റുകളെ പരസ്പരം കണക്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ഉയരത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിചിത്രമായ രൂപങ്ങളും കിടങ്ങുകളുമൊക്കെ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കാടുകളെയും തടസ്സങ്ങളെയും മറികടന്ന് ഭൗമോപരിതലത്തിലെ ഇത്തരം രൂപങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാറ്റലൈറ്റ് സംവിധാനത്തിൻ്റെ സഹായമാണ് ഇതൊക്കെ തന്നെ കണ്ടെത്താൻ സഹായിച്ചത്. ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി ആമസോൺ വനാന്തരത്തിൻ്റെ പല ഭാഗത്തും വൃത്താകൃതിയിലും ചതുരാകൃതിയിലുമുള്ള കിടങ്ങുകൾ പോലെയുള്ള രൂപങ്ങൾ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇത് ചിലപ്പോൾ പലതരത്തിലുള്ള പഴയ നാഗരികതകളായി ബന്ധപ്പെട്ടിരിക്കാം. ഘോര വനാന്തരങ്ങളായതിനാൽ പലതും വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടേറിയതാണ്. ഇനി 1925 അവസാനമായി സ്വർണ്ണ നഗരം കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച പെർസി ഫോസറ്റിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അദ്ദേഹത്തിൽ നിന്നുള്ള അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ ലഭ്യമാകുന്നത് മെയ് മാസത്തിലാണ്. അവിടെ പറഞ്ഞിരുന്നത് സിംഗു എന്ന നദിയുടെ തീരത്ത് നിന്ന് ഇതുവരെയും മനുഷ്യരാരും പോയിട്ടില്ലാത്ത, അതായത് പുറംലോകത്തുള്ള മനുഷ്യരാരും പോയിട്ടില്ലാത്ത ഭാഗത്തേക്ക് താൻ കയറാൻ പോകുന്നു എന്നുള്ളതാണ്.
ഫോസറ്റിനും കൂട്ടർക്കും എന്ത് സംഭവിച്ചു എന്ന അന്വേഷണം പലതരത്തിലുള്ള തിയറികൾ മുന്നോട്ട് വച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയായിരുന്നു ഗോത്രങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. പുറമേ നിന്ന് വരുന്നവരെ അത്ര പെട്ടെന്ന് സ്വീകരിക്കുന്നവരല്ല പല ഗോത്രങ്ങളും. എന്നാൽ വളരെ സൗഹൃദത്തോടുകൂടി ഇവരെയെല്ലാം വശത്താക്കാനുള്ള കഴിവ് ഫോസറ്റിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കലാപാലോ എന്ന ഇനം ട്രൈബലാണ് അവസാനമായി സഞ്ചാരികളെ കണ്ടതെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ അഭിപ്രായപ്രകാരം മറ്റൊരു ഗോത്ര വിഭാഗം ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പറഞ്ഞിരുന്നു. അവിടെ ഏറ്റുമുട്ടലുണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോത്ര വിഭാഗങ്ങളുടെ ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. മറ്റൊന്ന് പട്ടിണി മൂലമുള്ള മരണവും അസുഖങ്ങൾ വന്നിട്ടുള്ള മരണവുമാണ്. കൊണ്ടുപോയ സപ്ലൈകളെല്ലാം അവസാനിച്ച് പട്ടിണി കിടന്ന് മരിക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങളുടെ ആക്രമണം മൂലമോ അസുഖങ്ങൾ മൂലമോ ബന്ധപ്പെട്ടിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. ഇവർ 3 പേരും ഏതെങ്കിലും ഗോത്ര വിഭാഗത്തിനുള്ളിലേക്ക് ലയിച്ചു ചേർന്ന് അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചോ എന്നും അറിയില്ല. കൃത്യമായ തെളിവുകളൊന്നുമില്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന റെമി റിലെ എന്ന വ്യക്തി ബാക്കി 2 പേരെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കാം എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ലോസ്റ്റ് സിറ്റി ഓഫ് ഇസഡ് കണ്ടെത്തി അവിടെ ജീവിക്കുകയാണ് എന്നുള്ള റൊമാൻറ്റിസൈസ് ചെയ്ത ആശയമാണ് ഇതിൽ ഏറ്റവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്തായാലും കാലങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അവർക്കൊന്നും കൃത്യമായ തെളിവുകൾ ലഭിക്കാതെ ഇരിക്കുകയോ മുകളിൽ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക് തെളിവുകൾ നൽകുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു. എന്തായാലും ചരിത്രത്തിൽ ആരും സിറ്റി ഓഫ് ഇസഡ് കണ്ടെത്തി പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല. പക്ഷേ പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റുകളും പലതരത്തിലുള്ള റോഡുകളും നിർമ്മിതികളുമൊക്കെ തന്നെ കണ്ടെത്തുകയും എന്നാൽ അവയൊന്നും തന്നെ സ്വർണം കൊണ്ട് തീർത്തതല്ല എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ഒരത്ഭുതമായി ആമസോണിനെ കുറിച്ച് അറിയാൻ വേണ്ടി പര്യവേഷണങ്ങൾ നടത്തുകയും കണ്ടെത്തലുകൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആമസോണിനെ കൃത്യമായി സംരക്ഷിക്കാത്തതിൻ്റെ ഫലമായി കാട്ടുതീകളും മറ്റും ഉണ്ടാകുകയും അതിനെ അണയ്ക്കുന്നതിന് കൃത്യമായി ഇടപെടലുകൾ നടത്താതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളുമൊക്കെ തന്നെ ബ്രസീലിയൻ ഗവൺമെൻറ്റിൽ നിന്നും റീസെൻ്റായിട്ട് നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നു. എങ്കിലും ആമസോൺ ഭൂമിയുടെ ശ്വാസകോശമായി ഏറെക്കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.